നയമാനേ നയമാനേ സൈന്യത്തിൻ്റെ നായകനേ നയമാനേ നയമാനേ സൈന്യത്തിൻ്റെ നായകനേ പ്രജകളെയും കൂട്ടിക്കൊണ്ട് ഇരക്കിട്ട യാത്രയിലാണല്ലോ പ്രജകളെയും കൂട്ടിക്കൊണ്ട് തിരക്കിട്ട യാത്രയിലാണല്ലോ പോകട്ടെ പെട്ടെന്നങ്ങ് ചെല്ലട്ടെ ഇസ്രായേലിൻ ദൈവസന്നിധേ പോകട്ടെ പെട്ടെന്നങ്ങു ചെല്ലട്ടെ ഇസ്രായേലിൻ ദൈവസന്നിധേ കുഷ്ഠത്തിനൊരു ശമനം കിട്ടും അറിഞ്ഞു പോയിടുന്നു ഞാൻ കുഷ്ഠത്തിനൊരു ശമനം കിട്ടും അറിഞ്ഞു പോയിടുന്നു ഞാൻ നയമാനേ നയമാനേ സൈന്യത്തിൻ്റെ നായകനേ ആശ്രയിക്കാം സൗഖ്യദായകനേ സത്യദൈവ കരുതലും കാവലും ആശ്രയിക്കാം സൗഖ്യദായകനേ സത്യദൈവ കരുതലും കാവലും സർവ സൃഷ്ടികൾക്കേകിടും കരുണാമയനെ സ്തുതിച്ചിടുന്നു സർവ സൃഷ്ടികൾക്കേകിടും കരുണാമയനെ സ്തുതിച്ചിടുന്നു നയമാനേ നയമാനേ സൈന്യത്തിൻ്റെ നായകനേ നയമാനേ നയമാനേ സൈന്യത്തിൻ്റെ നായകനേ. സങ്കീർത്തനം 103-3-4 വാക്യങ്ങൾ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. സങ്കീർത്തനം 103-3-4 വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 5-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ ചിന്തിച്ചു. ഈ നയമാൻ, കുഷ്ഠരോഗിയായ നയമാൻ ഇനി എവിടേക്കാണ് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്? അതെ, തൻ്റെ പ്രജകളെയും കൊണ്ട് അദ്ദേഹം രഥങ്ങളോടും കുതിരകളോടും കൂടെ ഇപ്പോൾ ഏലീശയുടെ അടുക്കിലേക്ക് പോവുകയാണ്. ഏലീശയുടെ വീട്ടുവാതിൽക്കൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഏലീശ എന്ന പ്രവാചകൻ എന്ത് ചെയ്തു? തൻ്റെ ബാല്യക്കാരനെ അവരുടെ അടുക്കിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 7 വട്ടം യോർദാനിൽ പോയി കുളിക്കുക എന്ന് നയമാനോട് കൽപ്പിച്ചു. എന്നാൽ അവന് ക്രോധം വന്നു. എന്ത്, ഈ കലക്ക വെള്ളത്തിൽ ഞാൻ പോയി കുളിക്കാനോ? അബാനയും പർപ്പരും ഉള്ള നദികൾ എത്ര നല്ല നദികൾ, ഇവയെക്കാളല്ല ഏറ്റവും നല്ല വെള്ളമുള്ള നദികളാണ്. നയമാൻ ആകെ വിഷണ്ണനായി. അങ്ങനെ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു, അയ്യോ യജമാനെ, പിതാവേ, അങ്ങയോട് പ്രവാചകൻ ഒരു വലിയ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അങ്ങത് ചെയ്യുകയില്ലയോ? അതുകൊണ്ട് ഈ ഒരു കാര്യം എത്ര വേഗം ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ ഈ നയമാനെ ക്രോധം വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് ആ സ്ഥലത്ത് ഇങ്ങനെ തൻ്റെ അടുത്ത് നിന്ന് കൈകൾ ആട്ടി അങ്ങനെ എനിക്ക് സൗഖ്യം വരുത്തും എന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. 7 പ്രാവശ്യം കുളിക്കുക എന്നാണ് പറഞ്ഞത്. ഒടുവിൽ നമ്മുടെ നയമാൻ പ്രജകളുടെ ആഗ്രഹം മാനിച്ച് യോർദാനിൽ പോയി മുങ്ങി. 1 തവണ മുങ്ങി, ശരീരമാകെ നോക്കി, എവിടെ തൻ്റെ രോഗത്തിന് ഒരു ശമനവും കാണുന്നില്ല. 2 തവണ മുങ്ങി, പിന്നെയും താൻ നോക്കുകയാണ്. അങ്ങനെ 3, 4, 5 വട്ടം 6 വട്ടം മുങ്ങിയിട്ടും തൻ്റെ ശരീരത്തിന് ഒരു വ്യത്യാസവും അദ്ദേഹം കണ്ടില്ല. 7-ാം വട്ടം മുങ്ങിയപ്പോൾ
അദ്ദേഹം ദേഹത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹം ഒരു ബാലകന്റെ ദേഹം പോലെ ആയിത്തീർന്നു. വളരെ ശുദ്ധനായി അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം മുഴുവനും മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തൊരു അത്ഭുതം! ഹല്ലേലൂയ! നമ്മുടെ നയമാൻ അദ്ദേഹം ഹാർത്ത് സന്തോഷിച്ചു. ഇസ്രായേലില്ലാതെ ജീവനുള്ള ഒരു ദൈവമില്ല എന്ന് അദ്ദേഹം പറയും ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രജകളും മാർത്ത് സന്തോഷിച്ചു. അവർ ഉടനെ അദ്ദേഹം നദിക്ക് കയറി ആ പ്രജകൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സന്തോഷാധികം എടുത്ത് പൊക്കി കാണും അല്ലേ. നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ! പ്രജകളും നയമാനും കൂട്ടരും എല്ലാവരും അവിടെ അവരെ കണ്ടു നിന്നവരും എല്ലാം ദൈവത്തെ സ്തുതിച്ചു. മാത്രമല്ല അതിവേഗം ഏലീശടുത്തേക്ക് പോയി. പണ്ട് ആൻറ്റി കേട്ടിട്ടുള്ള ഒരു ഗാനം, നമുക്ക് ഒരു ആക്ഷൻ സോങ് ആണ്. മുങ്ങിപ്പൊങ്ങി നയമ്മ എന്നുള്ള ഒരു പാട്ട് നമുക്ക് പഠിക്കാം. മുങ്ങിപ്പൊങ്ങി 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 നയമാൻ 1 2 3 4 5 6 വട്ടം മുങ്ങിപ്പൊങ്ങി 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 നയമാൻ 1 2 3 4 5 6 വട്ടം. കുഷ്ഠമൊട്ടും മാറിയില്ല, അയ്യോ രോഗം ഭേദമായതില്ല. കുഷ്ഠമൊട്ടും മാറിയില്ല, അയ്യോ രോഗം ഭേദമായതില്ല. പാവനയമാൻ പാവനയമാൻ പാവത്തിൻ കണ്ണു നിറഞ്ഞു. പാവനയമാൻ പാവനയമാൻ പാവത്തിൻ കണ്ണു നിറഞ്ഞു. തിരികെ പോകാം എന്നുരച്ചു നയമാൻ. അരുത് ഗുരു കാലു പിടിച്ചു ദാസ. തിരികെ പോകാം